ഹലോ ഹലോ, പുറത്ത് നല്ല മഴയാ. അവിടുന്ന് ഇവിടുന്ന് കറങ്ങിത്തിരിയാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓ മഴ തന്നെ. ഓ ഞാൻ വരാം. ഓ അവിടെ ശശിയണ്ണ മീൻ പിടിക്കാൻ പോയിക്കല്ലേ? അപ്പൊ മീൻ പിടുത്ത ഏതൊരു നോക്കിയിട്ട് വരാം. ഓ ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓ പിന്നെ വരുമ്പോൾ ഒന്നും കഴിക്കാൻ കൊണ്ടുവരണേ. ഓക്കെ, പെട്ടെന്ന് വാ, ഞാൻ കാത്തിരിക്കുക. സജി, ഓ വല്ല കൊത്തനാടേ ഇല്ലാണോ? ഒന്നും കിട്ടിയില്ല. ഒരു സിലോപ്പി ഉണ്ടായിരുന്നു. മഴയാണ്ടൊന്നും കൊത്തണില്ല. ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ആയിട്ട് എങ്ങനെ കൊത്താൻ? ഇപ്പൊ എന്റെ കാലത്തുണ്ടോ കിട്ടില്ല. വാളയിൽ പിടിക്കുന്നു. ഒരു 1.5 വാള. വാളല്ലേ മറ്റേ പൂ. എടാ പോ, നിന്റെ അപ്പൂന്റെ കാര്യം ഒന്നും പറയാനില്ല ഇവിടെ. എന്റെ അപ്പൂവിന് കുഴപ്പം. അപ്പൂവൻ കിടില പിടുത്തക്കാരനല്ലേ? പിടുത്തക്കാരൻ തന്നെ. അപ്പുറത്തെ കുറ്റിക്കാട്ടിരുന്നേ സീൻ പിടുത്തം. ഇവിടെ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പാടില്ല. ഇവിടെ ആൾക്കാർ തിരക്കാൻ അപ്പൊ അറിയാൻ പറ്റും നിന്റെ അപ്പൂന്റെ സ്വഭാവം. ആണോ? ചുമ്മാ അറിയണ. അപ്പൂവൻ മഹാനായിരുന്നു. മഹാൻ? ആ മഹാനെ എത്ര കെട്ടിയെന്ന് വല്ല കണക്ക് വേണ്ടാടേ? ഉണ്ട്, വ്യക്തമായിട്ടുള്ള കണക്കുണ്ട്. ഒന്ന് നമ്മളെ പൂജപ്പുരയില് ഒരു വിലാസിനെ അമ്മച്ചി. പിന്നെ തക്കാട് അവിടെ ഒരാളുണ്ട്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, മണ്ടക്കാട്, മങ്കാത്ത. 3 അത് കണക്കിലുള്ളത്. കണക്കില്ലാത്തത് ഒരുപാട് ആത്തമാരുണ്ട്. അത് നിനക്ക് അറിഞ്ഞാത്തനാണ്, നമുക്കറിയാം. കൊത്തനടേ ഈറ്റ കൊത്തിയാട്ടെ പിടിക്കില്ല. നമ്മുടെ രഘുവണ്ണന്റെ ഭാര്യയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശരി പറയടാ, അങ്ങനെയൊക്കെ തന്നെടാ. സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടോ? സെറ്റപ്പ് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങേര് കുടിച്ച് വഴുത്ത് മനസ്സിലായില്ലേ? ആണുങ്ങളായാലേ പെണ്ണുങ്ങളെ ഇരുത്തണം. ഇനി ഇങ്ങനെ കഴിവെട്ടാനാണ്, മനസ്സിലായില്ലേ? അങ്ങേര് പണിക്ക് പോകില്ല. ഈ ചൂണ്ടായിട്ട് കട ചില സമയത്ത് ഇവിടെ ഇരിക്കുന്നതാണ്. ഞാൻ നോക്കാം, വെടി മരിച്ച് അവിടെ കട അപ്പുറത്തെ കടയിൽ കാണുമോ? ഞാൻ വീടിയും വലിച്ച് കണ്ടാൽ പൈസക്ക് ചായം കുടിച്ചാൽ അവിടെ ഇരിക്കും. അവിടെ ആ കാലം കിടയിൽ കാണാം. എന്ത് ജന്മാന്തകാരി, ജോലിക്കും പോകില്ല കണ്ടാമാരെന്ന് പൈസ മാറ്റി. നമ്മളെ പറഞ്ഞത് കാര്യമില്ല. നമ്മളിപ്പോൾ ആൾക്കാരെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ പെണ്ണുങ്ങൾ അവിടെ അടങ്ങി കിടക്കും. അല്ല പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇടേ എല്ലാവരും ഇതിന് എത്ര ദിവസം വന്നിട്ടാണ് അറിയാമോ? ആണെന്ന് വരും. ഞാൻ പിന്നെ അതൊന്നും വഹിക്കില്ല. എൻ്റെ ഇന്നത്തെ ഇര പറഞ്ഞേ. സോമയല്ലേ പറഞ്ഞത്? സോമൻ തന്നെയാണ്. സോമൻ ഇന്നത്തെ ഇരയായി. സോമൻ വരുന്നേ, ഇന്നത്തെ ഇരയായി. ഇന്നൊരു കോട്ടടിക്കാനുള്ള പൈസ ഒപ്പിക്കാം. സോമ വാടാ, മീനുണ്ട്. ശശിയണ്ണ മീനൊക്കെ പിടിച്ചോണ്ട് വരാ. നീ പൈസ എടുത്ത് പറഞ്ഞു വാ. കൊത്തണടേ കിട്ടിയാണ ഈറ്റ കൊത്തിയാട്ടെ. അപ്പൊ എനിക്കിന്ന് മീൻ കിട്ടൂല അണ്ണാ. നിനക്ക് മീൻ തരുവാടാ ഞാൻ. നീ പേടിക്കാന്നില്ലേ? അന്ന് നിനക്ക് ഞാൻ എത്ര മീൻ തന്നത്? 2 മീന് രാവിലെ അന്ന് എത്ര തന്നെ നിനക്ക്? 500 രൂപയ്ക്ക് 500 രൂപ രാവിലെ മീന്. ഇപ്പോഴേ മീനിന് ഭയങ്കര വില. നിനക്ക് അന്ന് തന്നെ നോക്കണ്ട. ഇന്ന് നിനക്ക് ഞാൻ 5 മീൻ പിടിച്ചു തരും. എനിക്ക് 1000 രൂപ. 5 മീനാ? അണ്ണാ 1000 രൂപ പോലാവോ അണ്ണാ? അണ്ണാ ചന്തയിലൊക്കെ ഭയങ്കര വില അണ്ണാ മീനിന്. അറിയാല്ല, വില കൂടുതൽ അറിയാല്ല. ശശിക്ക് സോമനാണ് വരുന്നത്. എനിക്ക് 1000 രൂപ തന്നാ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ മീനെ നീ എന്തോ നീ? ഞാൻ കറി വെച്ച് തിന്ന. കറി വെച്ച ഈ പ്രാവശ്യം തരണം മീന്. നിനക്ക് പൊരിക്കുകയും ചെയ്യാം, കറിയും വയ്ക്കാം. ശശി ചെലവാടിയിരിക്കട്ടെ. അണ്ണാ അപ്പൊ ഞാൻ പൈസ ഏച്ചം ഇപ്പൊ എടുത്തിട്ടാ. നീ അല്ലെങ്കിൽ അങ്ങനെയാണല്ലേ എടുത്താൽ വന്നാൽ അല്ല അണ്ണാ, ഇന്നെ ഒരു 2-3 മണിക്കൂർ എടുക്കും അണ്ണാ.
മഴയൊക്കെ അല്ലേ ഭാര്യ വിളിച്ചിരുന്നു. മനസ്സിലായി. ഇടുങ്ങാറി. അങ്ങനെയൊന്നും അല്ല, കടയിൽ പോയ പണ്ടമൊക്കെ വാങ്ങിക്കണം, അതൊക്കെ കൊണ്ടുപോയി ചായയിലേക്ക് ഇട്ട് നമ്മൾ കുളിച്ചിട്ട് അവിടെ ഇരിക്കും. ഇരുന്നിട്ട് രണ്ട് ഇനക്കൊതിയെ പോലെ നീ പോയി എടുത്തോ, ഞാൻ ഇവിടെ തന്നെ കാണും. 2-3 മണിക്കൂർ ഇരിക്കാം. നീ പൈസ ആയിട്ട് വന്നാൽ ഇവിടെ തന്നെ നിൽക്കുന്ന അണ്ണാ. അണ്ണാ എനിക്ക് മീൻ വേണം അണ്ണാ. അണ്ണാ ഒരു 2-3 മണിക്കൂർ അതിനകത്ത് ഞാൻ ഇങ്ങ് വരും. പച്ച അണ്ണ ഞാൻ തീരുന്നു മയത്തല്ലേ അണ്ണ നിക്കണേ. പോയിട്ട് വാടേ. നിങ്ങളെ യോഗണ്ട ഇതുപോലത്തെ ഒരു പൊട്ടനെ കിട്ടിയത്. പൊട്ടായി ലാവിലെ പോലത്തെ 2 മീൻ വന്ന് കിട്ടിയാൽ 100 രൂപ പിടിച്ച് വാങ്ങിച്ചു. ഇന്ന് അത് തരുന്നുണ്ട് പൈസ 1000 രൂപയാണ് കിട്ടാൻ പോണത്. നീ കണ്ടില്ലേ കിട്ടിയ ലാവിലെ പോലത്തെ മീനെ കിട്ടും. ഒരു പേരൻ്റെ അത്ര ഇല്ല. എനിക്ക് വൈകുന്നേരം ഒന്ന് അടിക്കേ. അവർ കൊട്ടാൻ അടിക്കാൻ അടിക്കാനല്ലേ. ഒരു മീനും കിട്ടണല്ലോടാ തരി. ഞാൻ പൊട്ടാൻ വരുമ്പോൾ എന്ത് ചെയ്യും? അണ്ണാ എൻ്റെ ഇടയിലൊന്ന് ഇട്ട് വെക്കണ, ആ കല്ലിൻ്റെ ഇടയിൽ. ഇല്ല ഇടയിലും ഇട്ട് ഒരു മീനും കിട്ടണല്ലോടാ. നമുക്കൊരു കാര്യം ചെയ്യാം, പേശ അഴിച്ചിട്ട് നമുക്ക് 2 മാൻ തേനി പിടിക്കാം. പൊട്ടാന്നല്ലേ കുഴപ്പമില്ല. നീ ഇങ്ങോട്ട് വാ. അണ്ണാ നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? അവളാത്തങ്കര ചന്തയിൽ പോയിട്ട് 4 കൊത്തോ വാങ്ങിച്ച് അങ്ങ് കൊടുത്ത് വിട്ടാൽ മതി. സ്രാവിൻ്റെ കുഞ്ചെന്ന് പറഞ്ഞാൽ മതി. അത് നീ പറഞ്ഞ ഐഡിയ. അതാകുമ്പോൾ എളുപ്പം. 10,000 രൂപയ്ക്ക് കാര്യം നടക്കും. ശരി നമ്മൾ സതീശ് ശരി ഇതിനെന്തോ ഹലോ മേശരി. ഞാൻ വല്ലോടത്ത് ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്ത് തൂക്കട്ടെ കരുതി? അത്യാവശ്യമോ? ഞാൻ എടുത്തു തരാം. ശരി ഞാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് പറഞ്ഞു. ഞാൻ പൊട്ടാൻ പറഞ്ഞില്ല, പൈസ മാറ്റി വെച്ചിട്ട്. ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി കുളത്തിൽ മുങ്ങിയിരിക്കുമെന്ന് പറഞ്ഞാൽ മതി. ആവശ്യമാവശ്യം പൊട്ടുന്നുണ്ട്. ഞാൻ പൊട്ട വെച്ചോ, ഞാൻ പോയിട്ട് വരാം. നീ വരാൻ കൊണ്ടുപോവാ. ശരി ശരി. സോമേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എന്നെ കാണാനാ ഈ ഡ്രസ്സിലാ? നല്ല സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സിനിമ നടി പോലെ സത്യം. പുറത്ത് നല്ല മഴ ഉണ്ടല്ലേ സോമേട്ടാ? മഴ മാത്രമല്ല, ഇടിവെട്ടലും മിന്നലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ തൊട്ട് കളിച്ചാലോ? കഴിക്കാം. പക്ഷെ പെട്ടെന്ന് വേണം. അവിടെ ശശിനെ എന്നെ നോക്കിയിരിക്കും, മീൻ പിടിച്ചോണ്ടേ. പിന്നെ ശശിനെ എന്നെ നോക്കിയിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ പിണങ്ങും. പിന്നെ 1200 താണോ? ഞാൻ തരാം. സമയമല്ല, 2 മണിക്കൂറേ ഉള്ളൂ. പെട്ടെന്ന് അണ്ണ മീൻ പിടിച്ച് തിന്നാണോ? എന്തുണ്ട് എവിടെ ഇരിക്കണേ? അണ്ണ ഇതണ്ട ഇവിടെ. ഇതെന്റെ വീട്, ഞാൻ ഇവിടെ വരാതെ. കണ്ട അപ്പൊ അണ്ണ എന്നെ പറ്റിച്ച്. ചരഞ്ഞ നിന്റെ ഭർത്താവ് എന്നെ പറ്റിച്ചോ കേട്ടാ. 2 മണിക്കൂർ അവിടെ ഇരിക്കാന്ന് പറഞ്ഞ് 1200 രൂപ എന്റെ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. അണ്ണ പോയത് വന്നതൊക്കെ നിൽക്കട്ടെ. ശരണ്യ എനിക്ക് 1500 തരും. അത് ഞാൻ എല്ലാ അണ്ണൻ എന്നെ തരാം. അണ്ണ 5 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം കേട്ടല്ലോ. ഇല്ലെങ്കിൽ ശരണ്യ ശരണ്യ വാ അണ്ണ.